നമസ്കാരം. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മനോഹരമായ വീടാണിഷ്ടം. പക്ഷെ ഒരു വീട് എത്ര മനോഹരമായാലും ബാത്റൂം വൃത്തിയില്ലെങ്കിൽ അതിന്റെ ഭംഗി പൂർണ്ണമാകില്ല. പലരും ദിവസവും ബാത്റൂം കഴുകാറുണ്ട്. എന്നിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ ദുർഗന്ധവും ഈർപ്പവും അഴുക്കും വീണ്ടും വരുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടിന്ന് ബാത്റൂം എപ്പോഴും ഫ്രഷായും നല്ല മണമുള്ളതായും വൃത്തിയായും സൂക്ഷിക്കാൻ സഹായിക്കുന്ന 10 എളുപ്പ ടിപ്പുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവയിൽ മിക്കതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടിപ്പ് നമ്പർ 1. ബാത്റൂം ഉപയോഗിച്ചതിനു ശേഷം കഴിയുന്നത്ര വാതിലും ജനലും കുറച്ച് സമയം തുറന്നിടുക. ഇതിലൂടെ ഈർപ്പം പുറത്തേക്ക് പോകും. ഈർപ്പം കുറയുമ്പോൾ പൂപ്പലും ദുർഗന്ധവും വരാനുള്ള സാധ്യതയും കുറയും. എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഓൺ ചെയ്യുന്നതും നല്ലതാണ്. ടിപ്പ് നമ്പർ 2. ദിവസവും ബാത്റൂമിന്റെ നിലത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു വൈപ്പർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. സോപ്പിന്റെ അവശിഷ്ടങ്ങളും ഷാംപൂവും അഴുക്കും കെട്ടിക്കിടക്കാതെ നോക്കിയാൽ ബാത്റൂം എപ്പോഴും ഫ്രഷായി കാണും. ടിപ്പ് നമ്പർ 3. ഡ്രെയിനിൽ ആഴ്ചയിലൊരിക്കൽ ചൂടുവെള്ളമൊഴിക്കുക. ശേഷം അല്പം ബേക്കിംഗ് സോഡയും കുറച്ച് വിനാഗിരിയും ഒഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചൂടുവെള്ളമൊഴിക്കാം. ഇത് ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 4. ബാത്റൂമിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. കുളി കഴിഞ്ഞുടൻ ഒരു സ്ക്വീജി അല്ലെങ്കിൽ വൈപ്പർ ഉപയോഗിച്ച് വെള്ളം നീക്കിയാൽ നിലം വേഗത്തിൽ ഉണങ്ങും. വഴുക്കി വീഴാനുള്ള സാധ്യതയും കുറയും. ടിപ്പ് നമ്പർ 5. ടാപ്പുകൾ, ഷവർ, സോപ്പ് സ്റ്റാൻഡ്, ടൂത്ത് ബ്രഷ് ഹോൾഡർ തുടങ്ങിയവ ആഴ്ചയിലൊരിക്കലെങ്കിലും നന്നായി വൃത്തിയാക്കുക. ചെറിയ അഴുക്കുകൾ പോലും സമയം കഴിഞ്ഞാൽ ദുർഗന്ധത്തിനും കറയ്ക്കും കാരണമാകും. ടിപ്പ് നമ്പർ 6. ടോയ്ലറ്റ് ബ്രഷ് ഉപയോഗിച്ച ശേഷം നന്നായി കഴുകി ഉണങ്ങാൻ വയ്ക്കുക. നനഞ്ഞ നിലയിൽ അടച്ചുവെച്ചാൽ അതിൽ നിന്ന് ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 7. ബാത്റൂമിൽ എപ്പോഴും നല്ല മണം വേണമെങ്കിൽ ഒരു ചെറിയ കപ്പിൽ ബേക്കിംഗ് സോഡ എടുത്ത് അതിലേക്ക് കുറച്ച് തുള്ളി ലെമൺ അല്ലെങ്കിൽ ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ ചേർത്ത് ഒരു മൂലയിൽ വയ്ക്കാം. ഇത് ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കും. ടിപ്പ് നമ്പർ 8. ഉപയോഗിച്ച ടവലുകൾ ദിവസങ്ങളോളം ബാത്റൂമിൽ തന്നെ തൂക്കിയിടരുത്. അവ നന്നായി ഉണക്കിയ ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഈർപ്പം കാരണം ദുർഗന്ധമുണ്ടാകും. ടിപ്പ് നമ്പർ 9. ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും ഇടയ്ക്കിടെ സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് ക്ലീനർ ഉപയോഗിച്ച് കഴുകുക. പലരും ഇത് മറക്കാറുണ്ട്. പക്ഷേ ഇവ വൃത്തിയായിരിക്കുമ്പോഴാണ് ബാത്റൂമും കൂടുതൽ വൃത്തിയായി തോന്നുന്നത്. ടിപ്പ് നമ്പർ 10. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ടൈൽസ്, കണ്ണാടി, ടോയ്ലറ്റ്, വാഷ് ബേസിൻ എന്നിവ മുഴുവൻ നന്നായി ക്ലീൻ ചെയ്യാൻ മാറ്റിവെക്കൂ. ദിവസവും വലിയ ക്ലീനിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ പരിചരണവും ആഴ്ചയിലൊരു ഡീപ്പ് ക്ലീനിങ്ങും മതി. അപ്പോൾ കൂട്ടുകാരെ, ഈ 10 ടിപ്പുകൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായും നല്ല മണമുള്ളതായും ഫ്രഷായും സൂക്ഷിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള കിച്ചൺ ടിപ്സ്, ഹോം ക്ലീനിംഗ് ടിപ്സ്, ഗാർഡനിംഗ് ടിപ്സ്, കുക്കിംഗ് ടിപ്സ് എന്നിവയ്ക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.